ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഹല്ലേലൂയ ഇനിയും സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയാലും, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, ഒരു വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ, സകലത്തെ സൃഷ്ടിച്ച ആ കർത്താവായ യേശു പറയുക, നിന്റെ കുടുംബത്തിനകത്ത് വലിയ പ്രവൃത്തികൾ ആരംഭിക്കും. വലിയ പ്രവൃത്തികൾ ആരംഭിക്കും. സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിന്റെ വചനത്തെ വിലയിരുത്തരുത്. സാഹചര്യം നോക്കി ദൂതിനെ വിലയിരുത്തരുത്. വിശ്വസിക്ക്. സാഹചര്യമില്ലാത്തടത്ത് സാഹചര്യം ഉണ്ടാക്കി സാഹചര്യത്തിനകത്ത് നിന്നെ നിർത്തി മാനിക്കാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം വിളിച്ചപേക്ഷിക്കുന്ന, നമ്മുടെ വാഴ്ത്തപ്പെട്ട, നമ്മുടെ സ്നേഹിതനായ, നമ്മുടെ നായകനായ, നമ്മുടെ മധ്യസ്ഥനായ, നമ്മുടെ പ്രാണപ്രിയനായ, നമ്മുടെ ഇടയനായ ആ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയാ, നീ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നിന്റെ തളർച്ചയെ ഇന്ന് യേശു മാറ്റാൻ പോകുക. നിന്റെ ദുഃഖത്തെ യേശു മാറ്റാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സമാധാനം വരാൻ പോകുക. പ്രിയപ്പെട്ടവരെ, ഈ നൈൻ പട്ടണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വലിയ വിടുതൽ കർത്താവ് അവിടെ ചെയ്യുവാനിടയായി. സദാദീപന്റെ ബാല്യക്കാരനെ മരിക്കാറായി ഒരു പക്ഷേ യേശു കണ്ടില്ലായിരുന്നെങ്കിൽ, സദാദീപൻ ബാല്യക്കാരന്റെ വിഷയമായി യേശുവിന്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ആ സദാദീപന്റെ പ്രിയനായിരിക്കുന്ന ഹല്ലേലൂയ ആ ബാല്യക്കാരൻ മരിക്കപ്പെട്ടനെ. പക്ഷേ ഹല്ലേലൂയ 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ഒരു യേശു ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ മരണത്തിലേക്ക് നിന്നെ വിടത്തില്ല. മരണം നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മരണം കൊണ്ടുപോയാലും ആ മരണത്തെ മടക്കി കൊണ്ടുവന്ന് ജീവൻ പകരുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. തിരുവെഴുത്ത് അത് തെളിവായി നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ വലിയൊരു വിടുതൽ നടത്തി യേശു ഹല്ലേലൂയ വരുമ്പോഴാണ് പിറ്റേന്നാൾ നൈൻ എന്ന പട്ടണത്തിലേക്ക് യേശുവിന് വേഗം ഒന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നി. ഹല്ലേലൂയ. നൈൻ എന്ന വാക്കിന്റെ അർത്ഥം മനോഹരം എന്നാണ് അർത്ഥം. നൈൻ എന്ന വാക്കിന്റെ അർത്ഥം മനോഹരം. ഹല്ലേലൂയ. എല്ലാം കൊണ്ടും മനോഹരമായിരിക്കുന്ന, എല്ലാം കൊണ്ട് അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തോന്നിയാലും ഉള്ളറയുടെ അകത്ത് നീറുന്ന ഒത്തിരി വിഷയമുണ്ട്. ഉള്ളറയുടെ അകത്ത് ഒത്തിരി നീറുന്ന വിഷയമുണ്ട്. ആ വിഷയം അറിയാവുന്ന ഒരുവന് മാത്രമേ